എവിടെ പോണേ? സോ നമ്മൾ അടുത്ത ട്രിപ്പ് തുടങ്ങുവാണ് ആൻഡ് വി ആർ ഗോയിങ് ടു കൊടൈക്കനാൽ. വീട്ടിൽ നിന്ന് നമ്മൾ ഫുൾ പാക്ക് ചെയ്തിട്ട് ഇറങ്ങി ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ആര്യ ഭവനിൽ നിർത്തി. നമ്മൾ ഈ പ്രാവശ്യം കൊടൈക്കനാൽ പോകുന്ന റൂട്ട് റാന്നി, കുട്ടിക്കാനം, തേക്കടി, പിന്നെ വണ്ടിപ്പെരിയാറ്, കോമളി, പമ്പം, തേനി, ഈ റൂട്ടാണ്. കോളേജ് കുട്ടിക്കാനം അതാ ഞാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെയല്ല, ഈ റൂട്ടിൽ ത്രൂ ഔട്ട് ഒരുപാട് പള്ളികളുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഒരു പള്ളിയിൽ കയറി. പാട്ടുമല വേളാങ്കണ്ണി മാതാ ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഒത്തിരി ആൾക്കാർ ലൈക്ക് സന്ദർശനം പോലെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫേമസ് പള്ളിയാണ്. പിന്നെ ഇവിടുത്തെ പള്ളികൾക്കൊക്കെ ഭയങ്കര ആർക്കിടെക്ചർ വൈസ് ഭയങ്കര അടിപൊളിയാണ് കാണാൻ. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഭയങ്കര സൈലൻസ്, ഭയങ്കര കാറ്റ്, അങ്ങനത്തെ ഒരു നല്ല അറ്റ്മോസ്ഫിയർ. ചുറ്റിനും കാണാൻ നല്ല രസമാണ്. പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് പള്ളിയുടെ വ്യൂവും അടിപൊളിയാണ്. പള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും ഫുള്ളും തേയിലത്തോട്ടവും ഈ പനയും ഒക്കെ വെച്ച് അടിപൊളി ഒരു വലിയ പള്ളി. ല്ലേ 98% അതിൽ നിന്ന് ഇപ്പൊ 100 കിലോമീറ്റർ ഓടിച്ചു. അപ്പൊ ഈ 48% ഞാനൊരു മരം കൂടെ വെച്ചിട്ടുണ്ട്. കുരുമുളക് നല്ല വിശന്നു. എന്നിട്ട് ഹോട്ടൽ തപ്പി ഒരെണ്ണം കിട്ടി. പക്ഷെ അവിടെ ഫുൾ ക്രൗഡഡ് ആയിരുന്നു. ലൈക്ക് ആ ഏരിയയിൽ നല്ല ഹോട്ടൽ കിട്ടാൻ കുറച്ച് പാടാണ്. ആകെ ഒരു ഹോട്ടലും ഉണ്ട്. ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. അമ്മേ പള്ളി കയറിയിട്ടുണ്ടോ? അപ്പോ തലപ്പാക്കട്ടി ബിരിയാണി തമിഴ്നാട്ടിലേക്ക് കയറുകയാണ് ഗായ്സ്. ഐശ്വര്യമായിട്ടോ? അപ്പൊ ഇത്ര നേരം വന്നു ഐശ്വര്യം. ഈ റോഡൊന്നും നമ്മൾ വന്നിട്ടേ ഇല്ല. ആണോ? ഇങ്ങനൊരു കാഴ്ച ആദ്യമായിട്ടാണ്. തേനി 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 എന്ന് പറയുന്ന സ്ഥലമാണ്. ചുവന്ന വാഴ, ഓ രണ്ട് സൈഡും ചുവന്ന വാഴ. കമ്പം റൂട്ടിൽ കൂടെ വരുമ്പം നമുക്ക് രണ്ട് സൈഡിലായിട്ട് മുന്തിരിത്തോട്ടങ്ങൾ കാണാം. അതിനകത്ത് എല്ലാത്തിലും ആക്സസിബിൾ അല്ല പബ്ലിക്കിന്. അപ്പം നമ്മൾ കയറിയത് MSR എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് ഒരെണ്ണമുണ്ട്. പക്ഷെ ഇതാണ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് കയറി കാണാൻ.
ഞാൻ എല്ലാവരുടെയും എടുക്കും, എന്റെ എടുക്കാൻ ഒരു മനുഷ്യനില്ല. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്കുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അതായത് നമ്മളിങ്ങനെ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ഈ റൂട്ടിൽ പോകുമ്പോൾ എന്തായാലും ഇത് മിസ് ചെയ്യില്ല. പിന്നെ ഒരു സൈഡിൽ കുറേ മുന്തിരി ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. പിന്നാണത് മനസ്സിലായത് ഉണക്കമുന്തിരി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അങ്ങോട്ട് നമ്മൾ വരികയില്ല. നമ്മള് പാലക്കാട് കയറി പോകണം. What are we celebrating? ഫസ്റ്റ് ക്രോസിംഗ്. എടുത്തു. അങ്ങനെ ഞങ്ങളുടെ പഞ്ചീവി ഫസ്റ്റ് ഫാസ്റ്റാഗ് ക്രോസ് ചെയ്തിരിക്കുന്നു ഗൈസ്. തമിഴ്നാട്ടിലൂടെ നടന്നു. എങ്ങനെയുണ്ട് യാത്ര? നന്ദി. 3.5 കിലോമീറ്റർ എടുക്കേണ്ടത് നമ്മൾ കാറ്റോട് കിട്ടുന്നു. കൊടൈക്കനാലിലാണ് മറ്റേ റോഡ്, മറ്റേ അല്ലല്ല, മൈസൂർ ബാംഗ്ലൂർ. ഞാൻ പറഞ്ഞത് ഊട്ടി അല്ല, അത് ഊട്ടിയാണ്. ഊട്ടിയില് മറ്റേതില്ലേ, ഊട്ടി നോക്കി കണ്ടുപിടിക്കാം. ഹലോ ഗൈസ്, ഇവിടെ ഭയങ്കര തണുപ്പാ. ഞങ്ങൾ എന്നിട്ട് ജാക്കറ്റ് ഒന്നും എടുക്കാൻ വിട്ടുപോയി. തണുപ്പുണ്ടോ? അയ്യോ, ഇവിടെ 13 14 എന്തോ. അങ്ങനെ ഞങ്ങൾ ഹിൽ ടോപ്പ് ടവേഴ്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ആദ്യത്തെ 2 ദിവസം നമ്മൾ സ്റ്റേ ചെയ്തത്. സോ അത്യാവശ്യം കുഴപ്പമില്ല. പഴയ ഹോട്ടൽസാണ് ഇവിടെ കൂടുതലും എന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയ ബിൽഡിംഗ് ആണ് എല്ലാം. അവരുടെ ഡിന്നർ പക്ഷെ വൻ ഫ്ലോപ്പ് ആയിരുന്നു ഗൈസ്. ഇതിലേതാണെന്ന് മാത്രമേ എനിക്ക് കൺഫ്യൂഷൻ ഉള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ്. ഒരേ കളറിൽ 2 കറി. ഫുഡ് എനിക്ക് അത്ര സെറ്റാണ്. നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങള് EV ചാർജ് ചെയ്യാൻ വേണ്ടി പോവാ രാവിലെ രാത്രി. ഇപ്പം സോ അങ്ങനത്തെ കുറച്ച് കാൽക്കുലേഷൻസ് ആണ് നമുക്ക് EV വണ്ടി എടുക്കുമ്പോൾ മൈൻഡിൽ വേണ്ടത്. ബിക്കോസ് നാളെ ഞങ്ങൾ പോകുന്നത് കുറച്ച് ദൂരെയാണ്, ഒരു 30 കിലോമീറ്റേഴ്സ് മാറിയാണ്. സോ എൻ്റെ ചുരം കയറി വന്നപ്പോൾ തന്നെ 42 കിലോമീറ്റേഴ്സേ ഉള്ളൂ. സോ എന്തായാലും ഫുൾ ചാർജ് ചെയ്യാതെ പോകാൻ പറ്റില്ല. സോ ടു സേവ് ദ ടൈം രാത്രി തന്നെ പോയി ചാർജ് ചെയ്യും. റൂം വേണോന്ന് ചോദിച്ചതാ ചേട്ടൻ. തണുപ്പ് is feeling here. 9 ഡിഗ്രി ഉണ്ട്. നീ നോക്ക്, എന്റെ ഇതില് 9 ഡിഗ്രി ആണ് കേട്ടോ കാണിക്കുന്നത്. എത്ര? എന്റെ 9 ഡിഗ്രി കാണിക്കുന്നത്.
ഞങ്ങളിവിടെ ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്താ വന്ന ആണോ? എന്റെ കൈ വിറക്കുന്നു, എന്റെ കൈ ഇരുന്ന് വിറക്കുന്നുണ്ട്. മമ്മി സെറ്റ് ആവാനുള്ള എന്റെ കൈ ഷുവർ സംഗീതയാണ് 80 വയസ്സൊന്നുമല്ല പറയാ. എന്താ ജോൺസാ, തണുപ്പാണോ? ഒന്നോടെ ഇവിടെ മൊത്തം ബൈക്കിൽ നടക്കാൻ പറ്റില്ല, ആരും ഉണ്ടായാലും നമ്മളെ പേടിപ്പിക്കുക. ഫുൾ കോടേ. And we came back to the hotel. Yeah. So ഇവിടെ ഇറങ്ങുമോ? ഞാൻ വണ്ടി ഇട്ടോ.